ഇപ്പോൾ ഷോർട്ട് ഡൈപോൾ ആന്റിനയുടെ നമ്മൾ പഠിച്ചു, ഫീൽഡ് പഠിച്ചു, അതുപോലെ റേഡിയേഷൻ റെസിസ്റ്റൻസ് പഠിച്ചു. ഇത് അതിൽ ഏറ്റവും ചെറുതായിട്ട് ഒരു ഡെറിവേഷനാണ് ഡയറക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ടേം പഠിച്ചിട്ടുണ്ട് ഡയറക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് റേഡിയേറ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലാകുമ്പോഴത്തേക്ക് അവിടെയാണ് നമ്മൾ ഡയറക്ടിവിറ്റി എടുക്കുക. അപ്പം നമ്മൾ പാരാമീറ്ററിനകത്ത് പഠിച്ചപ്പോൾ ഡയറക്ടിവിറ്റിയുടെ കേസിൽ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഡി ഈസ് ഈക്വൽ ടു, ഡിയുടെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ പറയുന്നത്, ഡി ഈസ് ഈക്വൽ ടു 4π ബീം സോളിഡ് ആംഗിൾ. അപ്പം നമുക്ക് ബീം സോളിഡ് ആംഗിൾ ആണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ബീം സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഇന്റഗ്രൽ ഓഫ് നോർമലൈസ്ഡ് പവർ ആണ് പി എൻ എന്ന് പറയുന്നത്. തീറ്റ ഫൈലാണെന്നോ നമ്മൾ നേരത്തെ ചെയ്തെല്ലാം തീറ്റ ഫൈ എന്ന് പറഞ്ഞ ആംഗിൾ, സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ എന്നാണ്. അപ്പൊ ഈ നോർമലൈസ്ഡ് പവർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ നോർമലൈസ്ഡ് എടുത്തുവെച്ചാൽ മതി. സ്ക്വയർ എടുക്കുമ്പോൾ ഇ സ്ക്വയർ ഡിവൈഡ് ബൈ ഇ മാക്സിമം സ്ക്വയർ, അത് രണ്ടും നോർമലൈസ്ഡ് ആണ്. അപ്പൊ ഇത് എവിടുന്ന കിട്ടിയത്? ഇത് നമ്മൾ നേരത്തെ ഫീൽഡ് ചെയ്തപ്പോഴത്തേക്ക് ആ ഫീൽഡിനകത്തുള്ള അതിന്റെ റിയൽ വാല്യൂസ് മാത്രം എടുത്തു. നമ്മൾ കുറച്ചു മുമ്പ് റേഡിയേഷനകത്ത് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് HFIയുടെ റിയൽ വാല്യൂസ് എടുത്തിട്ടാണ് നമ്മൾ റേഡിയേഷൻ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചത്. ഇവിടെ ഡയറക്ടിവിറ്റി നമുക്ക് ഇലക്ട്രിക് ഫീൽഡാണ്, അതായത് നോർമലൈസ്ഡ് പവർ കണ്ടുപിടിക്കണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇലക്ട്രിക് I0 ബീറ്റ into L sin theta divided by 4π CR into epsilon 0 the whole square divided by maximum sin theta യുടെ വാല്യൂ ഇല്ല, sin theta എന്ന് പറഞ്ഞാൽ 1 ആയിട്ട് കൊടുത്തിട്ടുള്ള എടുത്തത്. അപ്പൊ നമുക്ക് ക്യാൻസൽ ചെയ്യാമെന്നല്ല, ക്യാൻസൽ ചെയ്യാൻ നമുക്ക് കിട്ടുന്ന എന്താ, സൈൻ സ്ക്വയർ തീറ്റ. ഈ സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ള വാല്യൂ ഈ ഒരു ഡബിൾ ഇന്റഗ്രലിന്റെ കേസിൽ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ, സൈൻ ക്യൂബ് തീറ്റ. നേരത്തെ നമ്മൾ ചെയ്തുള്ള ഡി ഫൈ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ ഫൈ കമ്പോണന്റ് ഉള്ളത്, അത് മാത്രമായിട്ട് നമ്മളിവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ഡി ഫൈ ഇന്റഗ്രേറ്റ് 0 to 2π നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടുന്നത്? 2π ആണ് കിട്ടുന്നത്. ആ 2π നമ്മൾ ഇവിടെ എഴുതി. ബാക്കി സൈൻ ക്യൂബ് തീറ്റ, ഇതും നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഈവൻ ഫംഗ്ഷൻ എന്നുള്ള കേസ് നമ്മൾ പറഞ്ഞല്ലോ, കുറച്ച് മുമ്പ് റേഡിയേഷൻ റെസിസ്റ്റൻസിന്റെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്. അപ്പൊ എന്താ, 2π ഇൻറ്റു ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ 2 into π/2 സൈൻ ക്യൂബ് തീറ്റ ഡി തീറ്റ. ഇത്രയും വാല്യൂ ഈ 0 to π/2 സൈൻ ക്യൂബ് തീറ്റ എന്ന് പറയാൻ നമ്മൾ വാല്യൂസ് ഇക്വേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഏതായിരുന്നു? 2/3 എന്ന്. അപ്പൊ 4π into 2/3 നമുക്ക് 8π/3 കിട്ടി. ഡയറക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡി ഈസ് ഈക്വൽ ടു 4π ബീം സോളിഡ് ആംഗിൾ. ബീം സോളിഡ് ആംഗിൾ നമുക്ക് ഇവിടെ എത്രയാണ് കിട്ടിയത്? 8π/3 ആണ് കിട്ടിയത്. അത് നമ്മൾ ഇതിനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 4π divided by 8π/3 കിട്ടും. ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ 3/2. ദാറ്റ്സ് ഈക്വൽ ടു 1.5. അപ്പൊ ഷോർട്ട് ഡൈപോൾ ആന്റിനയുടെ ഡയറക്ടിവിറ്റി എത്രയാണ് നമുക്ക് കിട്ടിയത്? 1.5. ഇത് 3 എണ്ണമാണ് നമുക്ക് ഷോർട്ട് ഡൈപോൾ ആന്റിനയ്ക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ഫീൽഡ്, റേഡിയേഷൻ റെസിസ്റ്റൻസ്, ഡയറക്ടിവിറ്റി. ഇനി ഇതുപോലെ ഇത് 3 കാര്യങ്ങൾ നമുക്ക് ഹാഫ് വേവ് ഡൈപോളിന്റെ കേസിലും പഠിക്കാൻ വേണ്ടിയുണ്ട്.